ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ശബ്ദം കുറച്ച് നാളായിട്ട് പ്രശ്നത്തിലായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ ആയി. എൻ്റെ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജസ് എനിക്ക് കിട്ടിയിരുന്നു. വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടുതൽ പവർഫുൾ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും അത് കൂടുതൽ പവർഫുള്ളായിരിക്കും അല്ലേ? അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി ഞാനിവിടെ പറയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ പാർട്ടികൾ കുറേ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് തരില്ലേ? അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ട ഒരു വാഗ്ദാനം ഇതായിരുന്നു: സ്ത്രീകൾ വീട്ടിൽ ചെയ്യുന്ന ജോലികൾക്ക് വേതനം നിശ്ചയിക്കും, ആ വേതനത്തിന് അവർ അർഹരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണ് പറയുന്നത്, പക്ഷേ ഈ വേതനം ആര് കൊടുക്കും? അതുപോലെ തന്നെ ഇലക്ഷന് ശേഷം അങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടായില്ല. ഇലക്ഷൻ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ആ ഒരു കാര്യം വിസ്മൃതിയിലായിപ്പോയി. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാൻ യാതൊരു സാധ്യതയില്ല. അത് കോമൺ സെൻസുള്ള ആർക്കും മനസ്സിലാവും. പക്ഷേ ഈ പറഞ്ഞതിലൊരു ന്യായമില്ലേ? സ്ത്രീകൾക്ക് പുറമേ പോയി പണം സമ്പാദിക്കുന്ന ജോലി ചെയ്യാൻ സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ ഒതുങ്ങി കഴിയാറുണ്ട്. പലപ്പോഴും അവർ സങ്കടപ്പെടാറുമുണ്ട്. ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓ എൻ്റെ ജീവിതം ഇങ്ങനെ വീടിനുള്ളിലായിപ്പോയി. അങ്ങനെ അവർ ചിന്തിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, അവർ ചെയ്യുന്ന കാര്യങ്ങളില്ലേ അതിനൊരു വാല്യൂ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മുടെ മനോഭാവം അങ്ങനെയാണ്. ഭാര്യയ്ക്ക് ജോലിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ പറയാറുള്ളത് ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല. ജോലിയൊന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? പുറമേ പോയി ഇക്കണോമിക് ഇൻകം ഉണ്ടാക്കുന്ന ജോലിയില്ല എന്നാണ്. ഭാര്യ രാവിലെ തുടങ്ങി രാത്രി വരെ ജോലിയെടുത്ത് വീട്ടിൽ കഴിയുകയാണ്, പക്ഷെ അതൊന്നും ജോലിയായിട്ട് കണക്കാക്കുന്നില്ല. അവൾ ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണ്. മക്കളും പറയും, അമ്മയ്ക്ക് എന്താ ജോലി? ഓ അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, അമ്മ ഹൗസ് വൈഫാണ്. ഇതൊരു വലിയ പ്രശ്നമല്ലേ? സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് ഒരു വാല്യൂ ഫീൽ ചെയ്യാതെ വരിക. ഇനി സ്ത്രീ ആയാലും പുരുഷനായാലും വീട്ടിനുള്ളിൽ ചെയ്യുന്ന ജോലിക്ക് ഒരു വാല്യൂ ഫീൽ ചെയ്യാതെ വരുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലേ ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ? സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ടാകണം. വരുമാനം ഉണ്ടായാൽ മാത്രം പോരാ, ആ വരുമാനം നമ്മുടെ ഇഷ്ടപ്രകാരം ചെലവഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ വരുമ്പോഴാണ് അതിനെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് വീടിനകത്തായിപ്പോയ സ്ത്രീകൾക്ക് ഈ സ്വാതന്ത്ര്യം പലപ്പോഴും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? വെരി സിമ്പിൾ. അവർക്ക് സാമ്പത്തികമായിട്ട് വരുമാനമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ഇക്കണോമിക് ഇൻകം ഇല്ല. അതുകൊണ്ട് അവരുടെ ജോലി ആരും അക്കൗണ്ട് ചെയ്യുന്നില്ല. കൂടി വന്നാൽ നല്ല വാക്ക് പറയും, അതുപോലും പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം ഇന്ന് ഏതൊരു വ്യക്തിയുടെയും ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ആ ആവശ്യം നമ്മൾ പരിഗണിക്കാതെ വിടരുത്. സർക്കാർ തലത്തിൽ അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഫാമിലിയിൽ അതിനൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഈ ആവശ്യം ഗൗരവത്തിൽ കണ്ടുകൊണ്ട് ഇതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാം, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീടിനകത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെയും സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മൾ ഉറപ്പാക്കണം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം അല്ലേ? ഇതെങ്ങനെയാണ് നമുക്കൊന്ന് പ്രാവർത്തികമാക്കാൻ പറ്റുക? ഒരു കാര്യം ആദ്യമേ ചെയ്യണം. ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ജോയിൻ്റ് അക്കൗണ്ട്സ് ഒക്കെ ആകാം, പക്ഷേ സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രം പോരാ, അതിൽ പണം ഉണ്ടാവണം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്, ഈ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് എന്ത് വേതനം നിശ്ചയിക്കാം, ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലേ, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു ജോലിയാണല്ലോ ഞാൻ ചെയ്യുന്നത്, ഇത്രയും വരുമാനത്തിന് ഞാൻ അർഹയാണല്ലോ. അത് തന്നെ സന്തോഷം പകരുന്ന, അഭിമാനം പകരുന്ന ഒരു ചിന്തയാണ്. അവിടെ ആകട്ടെ തുടക്കം. പക്ഷേ തുടങ്ങിയോടത്ത് നിന്ന് കളയരുത്. ഇതെങ്ങനെ പ്രായോഗികമാക്കാമെന്നും കൂടി ചിന്തിക്കണം. ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, വീട്ടിലെ പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നാണ് പാചകം. ഈ പാചകം മിക്കവാറും സ്ത്രീയുടെ ഉത്തരവാദിത്വത്തിലായിരിക്കും നടക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി പുറമേ നിന്ന് ഒരാളെ വെച്ചാൽ എത്ര വേതനം കൊടുക്കണം? അതിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് വീട്ടിലുള്ളവരുടെ വേതനം നിശ്ചയിക്കാൻ ഒക്കൂ. വേറെ വഴിയില്ലല്ലോ. ഒരു വീട്ടിലെ പാചകം മുഴുവൻ ചെയ്യാനായിട്ട് പുറമേ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ ഒരു ദിവസം ഒരു 300 രൂപയെങ്കിലും കൊടുക്കണ്ടേ? അത് മിനിമം കൂലിയാവാം.
അങ്ങനെ ഒരു മാസം വരികയാണെങ്കിൽ ഒരു 10,000 രൂപ ആ ഇനത്തിൽ നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും. അതെല്ലാം ഇവിടെ സേവിങ്സ് ആണ് സത്യത്തിൽ. അപ്പം ഇവിടെ ഇങ്ങനെ വേതനം നിശ്ചയിക്കുമ്പോൾ ഇത് മുഴുവനും സ്ത്രീക്ക് കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ. സ്ത്രീ ഇതിന് അർഹയാണ്. എല്ലാവർക്കും ഒരു വാല്യൂ ഫീൽ ചെയ്യും അല്ലേ? ഇത്രയും കോസ്റ്റ് അതിൽ ഇൻവോൾവ് ആണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ? സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത്. പിന്നെ ഇക്കാര്യത്തിൽ മാത്രം അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നത് എന്തിനാണ്? ഇത്രയും വേതനത്തിന് ഇത് ചെയ്യുന്ന ഒരു സ്ത്രീ അർഹയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നോ, ഇതല്ലാതെയും വീട്ടിൽ ജോലികളുണ്ട്. ക്ലീനിങ് ഉണ്ട്, വാഷിംഗ് ഉണ്ട്. നമ്മൾ കാണാറില്ലേ, ഈ വീട്ടിൽ എല്ലാവരുടെയും ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് ഒരാളായിരിക്കും. ഇത് വാഷ് ചെയ്ത് വെച്ച പോരാ, ഇത് ഓരോരുത്തരുടെയും ഡ്രസ്സ് തരംതിരിച്ച് അവനവൻ്റെ സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുന്നതും ഒരാളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പുറമേ നിന്ന് ഒരാളെ നമ്മൾ വീട്ടിൽ നിർത്തുകയാണെങ്കിൽ മിനിമം 3,000 രൂപയെങ്കിലും കൊടുക്കണം ആഴ്ചയിൽ ഈ 1-2 ദിവസം വന്നു പോകുന്ന ആളുകൾക്ക്. വേറൊരു കാര്യം ആലോചിക്കാനുണ്ട്. ശരിക്കും വീട്ടിലുള്ള ഭാര്യ, അമ്മ ഇത്തരം ജോലികൾ ചെയ്യുമ്പോൾ അവിടെ ഒരു വാല്യൂ അഡീഷൻ ഉണ്ടല്ലേ. അവരുടെ ഒരു ആത്മാർത്ഥത, ഇൻവോൾവ്മെൻ്റ് ഒന്നും പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പം ഇത്രയും വേതനം തീരുമാനിച്ച പോരാ എന്നർത്ഥം. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്. വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവും. ചിലപ്പോൾ അവശരായ പ്രായമായവരുണ്ടാകും. അവരെ ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ പലപ്പോഴും കരിയർ ബ്രേക്ക് എടുക്കാറുണ്ട്. അവർക്ക് എക്കണോമിക് ഇൻകം ഇല്ലാതെ അവർ വീട്ടിൽ ഇവരെ ശുശ്രൂഷിച്ച് കഴിയാറുണ്ട്. അപ്പോൾ പുറമേ നിന്നൊരു ഹോം നേഴ്സിനെയൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ മിനിമം 20,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. പലരും എന്നോട് ജോലിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരെ ഓർമ്മപ്പെടുത്താറുണ്ട്. ഏറ്റവും നന്നായിട്ട് വേതനം കിട്ടുന്നൊരു ജോലിയുണ്ട്. നിങ്ങളൊരു വീട്ടിൽ താമസിച്ച് പ്രായമായവരെയൊക്കെ നോക്കാൻ തയ്യാറാണോ? കുഞ്ഞുങ്ങളെ നോക്കാൻ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്ക് ചിലവും കഴിഞ്ഞ് നല്ലൊരു എമൗണ്ട് വേതനമായിട്ട് കിട്ടും. ഒരു പരാതിയില്ലാതെ ഭംഗിയായിട്ട് ഇത് ചെയ്യുന്നവരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. എത്ര വേതനം കൊടുത്താൽ മതിയാവും? നാലാമതൊരു കാര്യമുണ്ട് കേട്ടോ. സ്ത്രീകൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും കുറച്ചു പേരൊക്കെ ഡ്രൈവിംഗ് പഠിച്ചവരാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാറാവുമ്പോൾ അവരെ സ്കൂളിൽ കൊണ്ടുപോയി വിടുക, തിരിച്ചു കൊണ്ടുവരിക. പ്രായമായവരെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ ഒരു ഡ്രൈവറുടെ ഡ്യൂട്ടി എടുക്കുന്ന സ്ത്രീകളുണ്ട്. ഇനി ഡ്രൈവറായിട്ടല്ലെങ്കിലും ഇവരെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു ജോലി, ഇതിനു വേണ്ടി ഒരാളെ നമ്മൾ കണ്ടെത്തി വേതനം കൊടുക്കുകയാണെങ്കിൽ എത്ര വേതനം കൊടുക്കേണ്ടതായിട്ട് വരും? ഞാൻ ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ടി ഡ്രൈവേഴ്സിനെ വിളിക്കാറുണ്ട്. അവർക്ക് പലർക്കും മണിക്കൂറിന് 150 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആലോചിക്കും, ദിവസവും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വേതനം നിശ്ചയിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നുമല്ലേ? എത്ര വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ക് കൂട്ടി ഏകദേശം കണ്ടെത്തി. ഏകദേശ കണക്ക് മതി. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ അവിടെ നിന്നോട്ടെ. ഒരു 10-60,000 രൂപയുടെ കണക്കായില്ലേ? പാചകം, കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി വിടുക, കൊച്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്, പ്രായമായവരെ അവരുടെ രോഗാവസ്ഥയിൽ ശുശ്രൂഷിക്കുന്നത്, ഇതെല്ലാം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എത്ര കോസ്റ്റ് ഇൻവോൾവ് ആണല്ലേ. അപ്പം ഇതിനൊക്കെ വേതനം നിശ്ചയിച്ച് ഇതൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന് പറയണത് ന്യായമൊന്നുമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കണം, അവർക്ക് സ്വതന്ത്രമായിട്ട് ചെലവഴിക്കാനുള്ള ഒരു പണം അവരുടെ കയ്യിലുണ്ടാവണം. അതിൽ വലിയൊരു പ്രയോജനമുണ്ട്. പണം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് ആ പണത്തിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാകുന്നത്. നിനക്കെന്ത് വേണോ ഞാൻ വാങ്ങിത്തരാം. പണത്തിൻ്റെ മൂല്യം അവരറിയണമെന്നില്ല. അവർ സ്വന്തമായിട്ട് ചെലവഴിക്കുമ്പോഴാണ് സമ്പാദിക്കാനുള്ള താല്പര്യവും വരുന്നത്. എനിക്ക് കുറച്ച് രൂപ കൈകാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് കുറച്ച് പോർഷൻ സേവ് ചെയ്ത് വെക്കും. കാരണം അതെൻ്റെ കയ്യിലുള്ള പണമല്ലേ. എനിക്ക് അത് കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ സേവ് ചെയ്യാൻ അവിടെ കൂടുതൽ താല്പര്യം ഉണ്ടാവും. ഞാനിത് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഇൻ ലോ ആയിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. പുറമെ പോയി ജോലി ചെയ്യുന്ന ഒരു പ്രായമെല്ലാം കഴിഞ്ഞപ്പോൾ ഫാദർ ഇൻ ലോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലെ ചെലവിനുള്ള പണം ഞങ്ങൾ അപ്പൻ്റെ അടുത്ത് ഏൽപ്പിക്കുമായിരുന്നു. ഫാദർ ഇൻ ലോയെ ഞാൻ അപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൻ്റെ അടുത്ത് ഏൽപ്പിക്കുമായിരുന്നു. അല്ലാതെ സാധനങ്ങൾ പണം കൊടുത്ത് വാങ്ങി കൃത്യസാധനം കൊണ്ട് കൊടുക്കലല്ല, ഒരു എമൗണ്ട് ഏൽപ്പിക്കും. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നോ, അപ്പോൾ ആ പണം കൈകാര്യം ചെയ്യാൻ അപ്പന് ഫ്രീഡം ഉണ്ട്. അപ്പൻ മാർക്കറ്റിൽ പോയി ആ സമയത്ത് വിലക്കുറവുള്ള സാധനങ്ങളൊക്കെ നോക്കി മേടിച്ച്
എല്ലാ മാസവും അതിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെക്കും. അദ്ദേഹം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചില സമയത്ത് വിളിച്ചിട്ട് എനിക്ക് വലിയൊരു എമൗണ്ട് തരും. എന്നിട്ട് പറയും, ഇത് ഇവിടെ ചെലവിന് തന്നതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചതാണ്. നീ ഒരു കാര്യം ചെയ്യും, കൊച്ചുമോൾക്കൊരു മാല വാങ്ങിക്കൊടുക്കൂ, ഒരു നെക്ലസ് വാങ്ങിക്കൊടുക്കൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 3-4 പവൻ്റെ നെക്ലസ് വാങ്ങാനുള്ള പണമാണ് അപ്പനെനിക്ക് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു അഭിമാനം അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും തെളിഞ്ഞു കാണാമായിരുന്നു. അപ്പോൾ നമ്മൾ പേടിക്കുന്ന പോലെ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് തൂർത്തടിക്കും, അങ്ങനെയല്ല. അതിനിങ്ങനെയും ചില വശങ്ങളുണ്ട്. ഞാനിവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളെ വൈകാരിക തലത്തിൽ കാണുന്നവരുണ്ടാകാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുടുംബ ബന്ധങ്ങൾക്ക് എന്താണ് പ്രസക്തി? കുടുംബ ബന്ധങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്നാണ് നമ്മൾ ഇതിലൂടെ പ്രൂവ് ചെയ്യുന്നത്. സ്ത്രീകൾ ചെയ്യുന്ന ജോലികളെ വളരെ വിലയുള്ളതായിട്ട് നമ്മൾ കാണുന്നു. അതും വലിയൊരു കാര്യമല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികം വലിയൊരു ഫോഴ്സാണ്. നമ്മൾ അങ്ങനെയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം വേറിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ? ഇതൊക്കെ ഫ്രീ ആയിട്ട് ത്യാഗം സഹിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് സ്ത്രീകൾ ഒരുപാട് പേര് മാറി. അപ്പം ഇനി ഒരു കാര്യമെങ്കിലും നമുക്ക് ചെയ്യാമല്ലേ? എൻ്റെ അമ്മയ്ക്ക് ജോലിയില്ല, ഭാര്യയ്ക്ക് ജോലിയില്ല, ഈ പ്രസ്താവനകളെങ്കിലും ഒഴിവാക്കാമല്ലേ? ഇവർ ചെയ്യുന്ന ജോലി ഇത്രയും വാല്യൂബിൾ ആണെന്നുള്ള ഒരു ബോധമെങ്കിലും നമുക്ക് ഉണ്ടാവണം. അതുമല്ല, ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്നാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. അതിനുവേണ്ടി കഴിയുന്നത് ചെയ്തു കൊടുക്കാൻ ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ പല ഭാഗത്തും ഇങ്ങനെ കേട്ടതുകൊണ്ട് ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.